വയനാട് മണ്ഡലം ഒഴിയുന്നതായി രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കറുടെ ഓഫീസിനെ അറിയിച്ചു. രാഹുൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കുമോ എന്നതിലും ഉടൻ തീരുമാനം വരും. റായ്ബറേലി മണ്ഡലം രാഹുൽ നിലനിർത്തിയതോടെ ഉത്തർപ്രദേശിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിലും SP കോൺഗ്രസ് സഖ്യത്തിന് മുന്നേറ്റം തുടരാൻ കഴിയും എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് അടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സ്വപ്നതുല്യമായ മുന്നേറ്റമാണ് നടത്തിയത്. UPയിൽ രാഷ്ട്രീയ അടിത്തറ ശക്തമാക്കാൻ കിട്ടിയ അവസരം കൈവിടാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല. ഇതുതന്നെയാണ് റായ്ബറേലി സീറ്റ് നിലനിർത്താൻ രാഹുലിനെ പ്രേരിപ്പിച്ചതും. രാഹുൽ ഗാന്ധി UPയിൽ തുടരുന്നത് 3.5 വർഷത്തിന് ശേഷമുള്ള UP നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് SP മുന്നണിക്ക് കരുത്തു നൽകുമെന്നുറപ്പാണ്. ഇതിന്റെ മാറ്റുരയ്ക്കലായി അടുത്തു നടക്കാനിരിക്കുന്ന 10 നിയമസഭാ സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പുകൾ മാറുകയും ചെയ്യും. അതേസമയം തിങ്കളാഴ്ച പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ രാഹുൽ ഗാന്ധി ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. രാഹുൽ ഏത് സീറ്റ് നിലനിർത്തണമെന്ന് തീരുമാനിക്കാൻ ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ വിഷയം ചർച്ചയായില്ലെന്നാണ് സൂചന. എങ്കിലും പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരണമെന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന്റെയും പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെയും വികാരം രാഹുൽ അംഗീകരിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ. റിപ്പോർട്ടർ, ദില്ലി.